രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ വീണ്ടും സൈബർ ആക്രമണം. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു ബിനുവിൻ്റെതാണ് അധിക്ഷേപ പരാമർശം. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശശിനാരായണൻ, നേരത്തെ മുതൽ തന്നെ ഈ വിഷയം പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ ഈ പെൺകുട്ടിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അതിന് മുന്നിൽ? കോൺഗ്രസിലെ പ്രമുഖർ, വനിതാ നേതാക്കളൊക്കെയാണ് എന്നുള്ളതാണ് സങ്കടകരം. രഞ്ജിത്ത്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒട്ടനവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത് വനിതകൾ തന്നെ ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് ഒപ്പം ഈ ഇരയായ അതിജീവിതയെ വളരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായ ബിന്ദു ബിനുവാണ് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിലെ വാചകങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് ഇട്ടിട്ടുള്ളത്. അത് പലതരത്തിലുള്ള രീതിയിൽ ആണ് ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ട് 2-3 പോസ്റ്റുകളാണ് ഈ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായ ബിന്ദു ബിനു ഇട്ടിട്ടുള്ളത്. എന്തായാലും ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ വൈറലായി മാറുകയാണ്. അതിനെ എതിർത്തും അനുകൂലിച്ചും ഒക്കെ അതിന് താഴെ കമന്റുകളും ഉണ്ട്. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ജില്ലാ നേതൃത്വ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയില്ല. എന്തായാലും അത്തരത്തിൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുമുണ്ട്. രഞ്ജിത്തെ, അതാണ് സാഹചര്യം. വീണ്ടും ആ പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം, ഭർത്തൃമതിയായ ഇരയുടെ ത്വര കൊള്ളാമെന്നൊക്കെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങൾ. വളരെ അധിക്ഷേപമായ പരാമർശങ്ങളാണ് ഈ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മഹിളാ കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബിന്ദു ബിനുവാണ് അധിക്ഷേപകരമായ പരാമർശം ഇത്തരത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്.